ഇന്ന് വൈകിട്ട് ഞാനും തേജും കൂടിയിട്ട് നടക്കാൻ ഇറങ്ങാന്നുള്ള പേരിൽ ഇതേ കടയിലേക്ക് ഒന്ന് പോവാണ് കേട്ടാ. സെന്ററിലേക്കുള്ള കടയിലേക്കായിട്ട് പോണത്. ട്രൈപോഡ് എടുത്ത് വെക്കാൻ മറക്കണ്ട അമ്മയെന്നും പറഞ്ഞിട്ട് ഇതേ ഫോൺ കൊടുക്കണ ട്രൈപോഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അമ്മ തന്നെ കൊണ്ടുവച്ചോളാന്നും പറഞ്ഞിട്ട് അവനും കൈ പിടിച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ അവൻ തിരിഞ്ഞു നോക്കണ്ടത് എന്താന്ന് വെച്ചാൽ ഫോൺ എടുത്തില്ല എന്നിട്ട് പറയണത്. അങ്ങനത്തെ ഞങ്ങൾ ട്രൈപോഡൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ കടയിലേക്ക് നടന്നു കേട്ടോ. ഇത് നോക്കമ്മേ വെറൈറ്റി മതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അവിടെ നിന്ന് നോക്കണം. അവന്റെ നോട്ടം കണ്ടിട്ടാ തോന്നുന്നു കേട്ടോ. ആ വീട്ടിലെ ചേച്ചി അവിടെ നിന്ന് നോക്കി. അപ്പൊ വേഗം നാണം കുടുങ്ങിട്ട് ഓടി. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു പട്ടീനെ കണ്ടപ്പോൾ ഞാൻ പേടിപ്പിച്ചു. നമ്മുടെ കൈ പിടിച്ച് നടന്നു അല്ലെങ്കിൽ പട്ടി കടിക്കുന്നു പറഞ്ഞിട്ടും കുട്ടി എന്റെ കൈയൊന്നും പിടിച്ചില്ല കേട്ടോ. പട്ടീനെ കണ്ട് പേടിച്ചില്ലെങ്കിലും ഇതേ പാമ്പിനെ കണ്ടപ്പോ തേജ് പേടിച്ചു കിട്ടുന്നു. മിണ്ടാതെ മൊന്തയിൽ കിടന്നിരുന്ന പാമ്പാട്ട ഞങ്ങളുടെ ലഹള കേട്ടിട്ടാ തോന്നുന്നു അത് പുറത്തേക്ക് ചാടിയതാ വീട്ടിലേക്കാ പോയിട്ട്. അപ്പൊ ഞങ്ങളെ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അങ്ങോട്ട് ഒരു പാമ്പ് പോയിണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കണ്ടപ്പോ ശരിക്കും പേടിച്ചുട്ടത്. ഈ കൈ എന്റെ വിട്ടിട്ടില്ല അവൻ. പിന്നെ ഓട്ടൂല്ല ചാട്ടൂല്ല ഏട്ടാ. പിന്നെ ഈ കാണണ ചിരി കട എത്താറായേണ്ടി ഏട്ടാ. സംഭവം കുട്ടി എനിക്ക് തുണക്കി വന്നതാണെങ്കിലും കൂടിയിട്ട് ചെറിയൊരു ഡിമാൻഡ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ടി എന്തെങ്കിലും വാങ്ങി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുന്നേക്കണത്. കടയിൽ കയറാൻ താമസില്ലേ കൈയൊക്കെ ചൂണ്ടി തുടങ്ങിയിട്ട് അവന് വേണ്ട കാര്യങ്ങൾ കാണിച്ചിട്ട്. അപ്പൊ ഞാൻ വേഗം തന്നെ അവൻ ഒതുക്കി നിർത്തിയിട്ട് ഫ്രൂട്ടി വാങ്ങിയൊരു മുക്കിൽ നിർത്തി. പിൻഷേട്ടൻ വരുമ്പോ എല്ലാം വാങ്ങി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരം വെഴുകൂലോ വരാൻ. അപ്പൊ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം വേഗം വാങ്ങിയിട്ട് ഞാനും തേജു ഇതേ പോവട്ടെ. അപ്പൊ കൈ വേഗം പിടിക്കിട്ടുണ്ടോ. സത്യം പറഞ്ഞ പേടിച്ചിട്ട് എന്തായാലും ആ പാമ്പിനെ കണ്ടത് നന്നായി എനിക്ക് തോന്നണത്. അല്ലെങ്കിൽ എനിക്ക് അവന്റെ പിന്നാലെ ഓടാനാ നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീടെത്തിപ്പിളിക്ക് അവന്റെ ഫ്രണ്ട്സ് അവനെ കളിക്കാൻ വിളിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ നേരെ അവൻ അങ്ങോട്ടും പോയി. ചെന്ന വഴിക്ക് തന്നെ അവരോട് പാമ്പിനെ കണ്ട കഥയായിട്ടാ പറയണത്. പിന്നെ അതേ കണ്ടു ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഞാൻ വീട്ടിൽ കയറിനൊക്കെ മുന്നേ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. വേറെ ഒന്നിനല്ല, സൈക്കിൾ എടുക്കാൻ വന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ വേഗം വാതിലൊക്കെ തുറന്നിട്ട് അവിടെ പച്ചക്കറികളൊക്കെ എടുത്തേക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കൊട്ട ക്ലീൻ ആക്കലും ഫ്രിഡ്ജിലൊക്കെ ക്ലീൻ ആക്കലും ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഈ കൊട്ടയ്ക്കുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ചിട്ടാക്കി. പിന്നെ ഫ്രിഡ്ജിലേക്ക് ഈ പയറും ബീട്രൂട്ടൊക്കെ എടുത്തിട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടോ. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച പൊടിയും കരടൊക്കെ ഒരുപാട് ചാടി ഉണ്ടായിരുന്നു. സബോളയുടെയും ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കരട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അടിച്ചിട്ട് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട്. കാരണം ഞാൻ മേലെ കഴുകിയിട്ടായിരുന്നു ഞങ്ങൾ കടയ്ക്ക് പോയത്. പിന്നെ വേഗം വിളക്കുളത്തിൽ കഴിഞ്ഞിട്ടായിരുന്നു തേജു കളി കഴിഞ്ഞ് ഓടി വന്നപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഈ ഒരു ഡയലോഗാട്ടാ കുട്ടി പറഞ്ഞത്. പിന്നെ പച്ചവെള്ളം കുടിക്കണപ്പോ പാവം തോന്നി. അപ്പൊ ഞാൻ വേഗം കുറച്ച് വെള്ളം കലക്കി കൊടുത്തു. ഓറിയോ ബിസ്ക്കറ്റും കൊടുത്തു. ബിസ്ക്കറ്റ് കിട്ടിയപ്പോൾ അതെടുത്തിട്ട് ആദ്യം ഓടിയിട്ടാ. പിന്നെ ഞാൻ വേഗം അവനുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് അവൻ TV കാണുമായിരുന്നു അവന് കൊടുത്തു. ഇന്നിപ്പോ നമ്മുടെ ചായപ്പൊടിക്കും കാപ്പിപ്പൊടിക്കും ശർക്കരയ്ക്കൊക്കെ റെസ്റ്റ് ആടുന്നുണ്ടോ ഞങ്ങൾ വെള്ളം കലക്കി കുടിക്കുക ചെയ്തത്. പിന്നെ തേജു എനിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് എന്താട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുകൂടി എത്ര അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.